ഈ പൊതിച്ചോറിനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള കാര്യം. അവിടെയാണ് ആ മനുഷ്യന്റെ മുഖം മൂടി പൂർണ്ണമായിട്ടും അഴിഞ്ഞു വീണത്. യൂത്ത് കോൺഗ്രസിന് ഒരു ദിവസം 47,000-ലധികം പൊതിച്ചോറുകൾ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം വിതരണം ചെയ്യുന്നുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും അംഗീകരിച്ച വിഷയത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡിവൈഎഫ്ഐ പരിഹസിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടോ? വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഡിവൈഎഫ്ഐയുടെ മറവിൽ നടക്കുന്ന അനാശാസ്യമാണെന്ന്. വിശപ്പ് എന്ന് പറയുന്ന ഒരു വികാരത്തിന് അത് കൊടുക്കുന്ന ആളെന്നറിയില്ല, സ്വീകരിക്കുന്നത് ആരെന്നറിയില്ല. വിശപ്പുള്ള മനുഷ്യർ ആ ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ്. അത് കൊടുക്കുന്നയാൾക്ക് ഒരു നേട്ടവുമില്ല. ആ വിശപ്പ് മാറുന്ന മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കണ്ണീരും പുഞ്ചിരിയും കൂടിക്കലർന്നൊരു അനുഭവമല്ലാതെ അതിനൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്നല്ല, ഏറ്റവും മികച്ച യുവജന സംഘടനകളുടെ പരിപാടികളിൽ ഒന്ന് തന്നെയാണ് ഈ പൊതിച്ചോറ്. അതിന് രാഷ്ട്രീയ ഭേദം ഇന്നേ തന്നെ അംഗീകരിക്കേണ്ട വിഷയമാണ്. അതിനെ അനാശാസ്യം നടക്കുന്നു അതിന്റെ മറവിൽ നിന്നാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ ഏറ്റെടുത്തൊരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, വയനാട്ടിലെ ഈ വീട് വെച്ച് കൊടുക്കുന്ന പരിപാടി. എന്തായി വയനാട്ടിലെ വീട് വെച്ച് കൊടുക്കുന്ന പരിപാടി? ഒരു വീട് ഏറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ വയനാട്ടിലെ ഒരു സ്ഥലം ഏറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അവിടുത്തെ സാധാരണക്കാരുടെ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി പോയപ്പോൾ പൂത്ത റൊട്ടി കൊടുത്തു എന്ന പേരിൽ വിവാദമുണ്ടാക്കിയ മഹാനാണ് ഇയാൾ.